വീട്ടിൽ ഇഷ്ടമുള്ള ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ വിദേശത്തുള്ള പ്രിയപ്പെട്ടവരെ മിസ് ചെയ്യാറില്ലേ? അതും നോൺ ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ. അത് മാത്രമല്ല, വസ്ത്രങ്ങൾ, മെഡിസിനുകൾ, വിലയേറിയ രേഖകൾ, വീട്ടുപകരണങ്ങൾ തുടങ്ങിയവയെല്ലാം 150-ൽ പരം രാജ്യങ്ങളിലേക്ക് കുറഞ്ഞ നിരക്കിൽ സേഫായി നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഞങ്ങൾ എത്തിക്കാം. എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും, UK, കാനഡ, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഡ്യൂട്ടി ഫ്രീ സേവനവും ലഭ്യമാണ്. പ്രമുഖ ഇന്റർനാഷണൽ കമ്പനികളുടെ സേവന കേന്ദ്രം കൊറിയർ സോൺ, പുളിമൂട്ടിൽ പ്ലാസ, നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, തൊടുപുഴ. കോൺടാക്ട് നമ്പർ 9447772270 9446059084. അങ്ങോട്ട് ചാടി അങ്ങോട്ട് ചാടി. നീ ആരാ? എന്താ പോയെ? എന്താ അവളെ ഇറക്കിവിടാ? എവളെ നല്ല വിവാദമായി പോയി. ഇപ്പൊ കേറിപ്പോയ പെണ്ണിനെ. അവൾ എന്റെ ഭാര്യയാണ്. ആരുടെ ഭാര്യയാണെങ്കിലും വേണ്ടില്ല, അവളിവിടെ അഭയം തേടി വന്നതാണ്. നമ്മള് കഷ്ടപ്പെട്ടത് വെറുതെ ആയോ ഉള്ള? അവളെ ഇറക്കിവിടാണ് പറഞ്ഞത്. ഇല്ലെങ്കിൽ അകത്ത് കയറി വലിച്ചിറക്കും. ആർക്കാടാ മയിലുകളെ എന്റെ വീട്ടിൽ കയറേണ്ടത്? ഒന്നും കൊല വിളിച്ചും അറപ്പ് തീർന്നവരായി ജോസ്. കളി എന്റെ അടുത്ത് വേണ്ടാട്ടോ. കൊച്ചു എന്നെ കിട്ടിയത് അയാളുടെ സ്വഭാവം മാറിയത് കണ്ടോ? ഈ വടിവാള് ഊരിയാൽ അരിഞ്ഞു വീഴ്ത്തിട്ടേ ജോസ് ഇറങ്ങിയിട്ടുള്ളൂ. ഇറങ്ങടാ അവിടുന്ന്. വേണ്ട വേണ്ട, അത് വടിവാൾ ജോസാ, വടിവാൾ ജോസ്. നമുക്ക് പോവാം. കുളം കലക്കി പരുന്തിന് കൊടുക്കും. പറഞ്ഞിട്ട് എന്താ കാര്യം? എന്താ നിന്റെ പേര്? നീ ഏതാ പക്ഷേ? ഞാൻ യമുന. യമുനയാണെങ്കിലും രമയാണെങ്കിലും
എന്താ സംഭവിച്ചത്? നീ കരയാതെ കൊച്ചേ, നീ കാര്യം പറ കൊച്ചേ. ഈ രാത്രിയിൽ നീ എങ്ങോട്ട് പോകും? എനിക്കറിയത്തില്ല. ജോസ് ക്രൂരനാണെന്ന് എല്ലാവരും പറയും. പക്ഷേ സഹായം തേടി വരുന്നവരെ സംരക്ഷിച്ചിട്ടേ ഉള്ളൂ. എനിക്ക് പേടിയാവുന്നു. നീ പേടിക്കണ്ട മോളെ. നിനക്ക് എന്താ പറ്റിയതെന്ന് പറയൂ. എനിക്ക് ഇത്തിരി വെള്ളം തരുമോ? ഞാനല്ല പറയാ. പറയാം, എല്ലാം പറയാം. ഞാൻ PSC കോച്ചിങ്ങിന് പോകുന്ന വഴിയിൽ ഒരാൾ എന്നെ എന്നും ഇഷ്ടത്തോടെ നോക്കി നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ആദ്യമൊന്നും ഞാൻ അയാളെ കണ്ടതായി ഭാവിച്ചില്ല. പക്ഷെ പിന്നീട് ഞാൻ അറിയാതെ തന്നെ അയാളുമായി അടുത്തുപോയി. അരികിലുണ്ടെങ്കിൽ പ്രാണനിലെന്നും പ്രണയോത്സവം. നീ എന്നരികിലുണ്ടെങ്കിൽ പ്രാണനിലെന്നും പ്രണയോത്സവം. അനുഭൂതികളുടെ കൊടിയേറ്റം, കനവുകളിൽ വർണ്ണക്കുടമാറ്റം, ആത്മാവിൻ തിരുവരങ്ങിൽ രാധാമാധവ കഥയാട്ടം. നീ എന്നരികിലുണ്ടെങ്കിൽ പ്രാണനിലെന്നും പ്രണയോത്സവം. സ്വപ്നവനിയിൽ വർണ്ണരഥത്തിൽ ദേവകന്യകയായി നീ വന്നു. എൻ സ്വപ്നവനിയിൽ വർണ്ണരഥത്തിൽ ദേവകന്യകയായി നീ വന്നു. പരിരംഭണത്തിൽ മൃദുമുദ്രകളാ ഉലകത്തിൻ മുത്തുകൾ ചാർത്തു. എനിക്കായി മീട്ടാൻ രാഗം മയങ്ങും ചന്ദന വീണ നീയല്ലേ. നീ എന്നരികിലുണ്ടെങ്കിൽ പ്രാണനിലെന്നും പ്രണയോത്സവം.
നിറച്ചു വച്ചൊരു മധുപാത്രം നീയല്ലേ. നീ എന്നരികിലുണ്ടെങ്കിൽ പ്രാണനിലെന്നും പ്രണയോത്സവം അനുഭൂതികളുടെ കൊടിയേറ്റം കനവുകളിൽ വർണ്ണക്കുടമാറ്റം ആത്മാവിൻ തിരുവരങ്ങിൽ രാധാമാധവ കഥയാട്ടം നീ എന്നരികിലുണ്ടെങ്കിൽ പ്രാണനിലെന്നും പ്രണയോത്സവം. ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ പോകാന്ന് അമ്മയോട് കള്ളം പറഞ്ഞിട്ടാ ഞാൻ വന്നേ. ഒന്നും വേണ്ടായിരുന്നു അഭിഷേകം. അതെന്താ, നിന്നെ ജീവന് തുല്യ സ്നേഹിക്കുന്ന എന്റെ കൂടെ വരാൻ വേണ്ടി ഒരു കൊച്ചു കള്ളം പറഞ്ഞത് തെറ്റൊന്നുമില്ല. വന്നില്ലെങ്കിൽ എന്നോട് പിണങ്ങുമെന്ന് പറഞ്ഞതുകൊണ്ടാ ഞാൻ വന്നത്. അഭിഷേക് പിണങ്ങുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അവിടെ ഫോണാ. അമ്മേ, ആ മോളെ, നേരെ ഇരുട്ടിയല്ലോ, നീ എന്താ വരാത്തത്? കൂട്ടുകാരി ഹോസ്പിറ്റലിലാണ്, അവക്ക് കൂട്ടിരിക്കാന്ന് പറ. അമ്മ, ഞാനിവിടെ വന്നപ്പോ അവക്കൊരു തലചുറ്റില്. അപ്പൊ ഞങ്ങൾ ആശുപത്രി വന്നു. ഞാൻ നാളെ രാവിലെ എത്തിക്കോളാം. എന്നെ നീ തീ തീറ്റിക്കാതെ നിനക്കൊന്ന് വിളിച്ചു പറയാൻ മേലായിരുന്നോ? സോറി അമ്മേ. അവളുടെ ഒരു സോറി. പ്രായമായ പെമ്മക്കളുള്ള അമ്മമാരുടെ ആദ്യം നിനക്കൊന്നും മനസ്സിലാവില്ല. നാളെ വരാമേ. ഈ രാത്രി നമുക്ക് മാത്രമുള്ളതാണ്. യമനയ്ക്കും അഭിഷേകനും മാത്രമാണ് രാത്രി. ഒത്തിരി നാളുകളായി ഞാൻ സ്വപ്നം കണ്ടിരുന്നത് ഈ നിമിഷങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു. കേട്ട് കാത്തിരുന്നു മനുഷ്യന്റെ ക്ഷമത. എന്നാലും നിന്നെ സമ്മതിച്ചു. ഇത്തവണ നീ കൊണ്ടുവന്ന കിളിന്ത് തന്നെയാ, കിളിന്ത്. നീ എവിടെയും പോവില്ല. നീ എന്നെ ചതിക്കാറില്ല. ചതിയാണ്. മോക്ക് വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛൻ? അച്ഛൻ മരിച്ചുപോയി. നീ ഭക്ഷണം വല്ലതും കഴിച്ചോ മോളെ? കഴിച്ചു. എന്നാലേ നീ ഈ മുറിയിൽ കിടന്നു. മോളെ, ഈ ഡോറ് അകത്തുനിന്ന് കുറ്റിയിട്ടു. ഞാനിവിടെ കിടന്നോളാം. ഞാനും മനുഷ്യനല്ലേ, ചിലപ്പോൾ മനസ്സിന്റെ കടിഞ്ഞാൻ പിടിച്ചെടുത്ത് കിട്ടിയില്ലെങ്കിലോ? എനിക്ക് ചേട്ടന്റെ ഫോൺ നമ്പർ ഒന്ന് തരുമോ? എന്നെ വിളിക്കാനോ എനിക്ക് വിളിക്കാനോ ആരുമില്ല. അവിടെ എനിക്ക് ഫോണുമില്ല. ആരോ പ്രസവിച്ച് ചപ്പ് കൂനയിൽ ഉപേക്ഷിക്കപ്പെട്ടു. ഏതോ നാടോടി സ്ത്രീ എടുത്തു വളർത്തി. തിരിച്ചറിവാകും മുമ്പേ അവിടെ മറന്നു. പിച്ചതിണ്ടി ബസ് സ്റ്റാൻഡിലും കടത്തിൻ്റെയിലും അന്തി ഉറങ്ങി. വളർന്നപ്പോൾ തെരുവ് ഗുണ്ടകളുടെ കൂട്ടാളിയായി. എനിക്കൊരു പേരും കിട്ടി, വടിവാള് ജോസെന്ന്. കേസും പോലീസ് സ്റ്റേഷനും ജയിലും. രോഗങ്ങൾ തളർത്തിയപ്പോൾ എല്ലാം അവസാനിപ്പിച്ചു. അയ്യോ വേണ്ട. സ്വന്തം അച്ഛൻ പരിമാറുന്നത് കരുതിയാൽ
അതാ മോക്കളുടെ വണ്ടി വരുന്നു. കുറെ നാളായി നിന്നെ ഞാൻ തപ്പി നടക്കുമായിരുന്നു. ഇല്ലാസേ വേണ്ട, നീ കഴിഞ്ഞ കാലത്തേക്ക് നമുക്ക് തിരിച്ചു പോവണ്ട. നീ ഇത് കണ്ടോ? പണ്ട് വടിവാൾ ജോസ് എനിക്ക് തന്ന സമ്മാനം. ഞാൻ ചത്തെന്ന് വിചാരിച്ച നീ പോയി അല്ലേ? പക്ഷേ നിന്നോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി ഇല്യാസ് ചത്തില്ല. അതെല്ലാം മറക്കില്ലാസേ, നമുക്ക് സുഹൃത്തുക്കളായിട്ട് പിരിയാം. സുഹൃത്തുക്കളാവാനോ? എല്ലാം മറക്കാൻ ഇല്യാസ് ഒരു വട്ടം കൂടി ജനിക്കണമടാ പന്നി. ജോസേ, നിന്നെ കൊല്ലാതെ വിടുക. നീ ഇഴഞ്ഞ് നടക്കണം. ഞാൻ അങ്ങയുടെ വീട്ടിൽ പോയിരുന്നു. അവിടുന്ന് പോയിട്ട് ഒരുപാട് നാളുകളായെന്ന് അറിഞ്ഞു. ഞാൻ അന്വേഷിക്കാത്ത ഇടങ്ങളില്ല. ആരാ മോളെ? ഞാൻ യമുന. 3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാത്രിയിൽ അങ്ങ് രക്ഷിച്ച യമുന. ഓ, മനസ്സിലായി മനസ്സിലായി. നീ ഇപ്പോ PSC ടെസ്റ്റ് എഴുതി എനിക്ക് ജോലി കിട്ടി. അന്ന് മുതൽ ഞാൻ അന്വേഷിക്കുന്നതാ. എന്തിനാ മോളെ? എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാൻ. അതൊന്നും വേണ്ട മോളെ. തെരുവിൽ വരുന്ന എന്റെ ജീവിതം തെരുവിൽ തന്നെ അവസാനിക്കട്ടെ. മകള് വിളിച്ച അച്ഛൻ വരില്ലേ? അച്ഛനും അവകാശമില്ലെങ്കിലും ഞാൻ അങ്ങനെ വിളിച്ചോട്ടെ. എന്നെ നിന്ന് എന്തോ ഒളിക്കുന്നുണ്ട്. ഞാൻ കുറച്ചു ദിവസമായി ശ്രദ്ധിക്കുന്നു. അത് നിനക്ക് തോന്നുന്നതാണ്. പിന്നെ അമ്മയുടെ മോളായി ജനിച്ചിട്ട് ഞാൻ 24 വർഷമായി. അമ്മയ്ക്ക് എന്ത് മാറ്റം ഉണ്ടെങ്കിലും എനിക്കറിയാലോ. എല്ലാം എന്റെ മോളുടെ തോന്നലാ. ആ മനുഷ്യനെ ഈ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വന്നപ്പോ മുതലാണല്ലോ ഈ മാറ്റം. ആ മനുഷ്യനില്ലായിരുന്നെങ്കിൽ മോളെ, കർമ്മം കൊണ്ട് മാത്രമല്ല ജന്മം കൊണ്ടും അയാൾ നിന്റെ അച്ഛനും. അമ്മ പറഞ്ഞത് സത്യമാണ്. അയാൾ നിന്റെ അച്ഛനാണ്. ഞാൻ അമ്മയുടെ വയറ്റിലായിരുന്നപ്പോ അച്ഛനൊരു ആക്സിഡന്റിൽ മരിച്ചു എന്നല്ലേ അമ്മ എന്നോട് പറഞ്ഞത്? ഒരമ്മയ്ക്ക് മോളോട് പറയാൻ കഴിയാത്ത ആ സത്യം ഞാൻ എങ്ങനെ മോളോട് പറയും? അറിയണം, എനിക്കറിയണം. ഇത്രയും നാളെ എന്നെ പറഞ്ഞു വിശ്വസിപ്പിച്ചു തരുന്ന എല്ലാം കളറല്ലേ?
മോളെന്നോ വേണ്ട, എന്നെ അങ്ങനെ വിളിക്കണ്ട. എങ്ങോട്ടാ പൊക്കോ. ഞാനെല്ലാം ഇനി അതൊന്നും ഒളിച്ചു വെക്കുന്നില്ല. ഒരമ്മയാകാൻ കഴിയാത്തതിൽ നിനക്ക് ഒത്തിരി വിഷമമുണ്ടെന്ന് എനിക്കറിയാം. അതിനല്ലേ രവിയേട്ടൻ നമ്മൾ ഈ ചികിത്സകളെല്ലാം ചെയ്യുന്നത്. എത്ര നാളായി ചികിത്സിക്കുന്നത്? എൻ്റെ കുഴപ്പമാണെങ്കിൽ നിനക്ക് എന്നോട് വെറുപ്പ് തോന്നുന്നു. എന്താ രവിയേട്ടൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? എന്റെ കുഴപ്പമുണ്ടാണെങ്കിലും 8 വർഷമായില്ലേ നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് സുമിത്രേ. നമ്മുടെ ഈ കാത്തിരിപ്പിന് ഒരു അർത്ഥമുണ്ടാകുമോ? ഉണ്ടാകും രവിയേട്ടൻ. അല്ലെങ്കിൽ നമുക്കൊരു കുട്ടിയെ ദത്തെടുത്താലോ? അത് വേണ്ട രവിയേട്ട. എനിക്ക് ഗർഭം ധരിക്കണം, എനിക്ക് പ്രസവിക്കണം, എനിക്കൊരു കുട്ടിയുടെ അമ്മയാകണം. രവിയേട്ടൻ കുട്ടിയുടെ അച്ഛനുമാകണം. ഇന്നെന്താ ഒറ്റയ്ക്ക് വന്നത്? രവിയേട്ടൻ കൊല്ലം വരെ പോയിരിക്കേ. നിങ്ങളുടെ ടെസ്റ്റിന്റെ റിസൾട്ട് വന്നു. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ബട്ട് ഹസ്ബൻഡിന് ഒരു അച്ഛനാകാൻ കഴിയില്ല. ഇനിയും ചികിത്സ കൊണ്ട് സോറി, ഇനി പ്രതീക്ഷ വേണ്ട. എനിക്കൊരമ്മയാകണം ഡോക്ടർ. ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം എനിക്കൊരമ്മയാകണം. എന്തു പറഞ്ഞ് സുമിത്രയെ സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ഡോക്ടർ, എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. വാട്ട്? ഈ സത്യം രവിയേട്ടനോട് പറയരുത്. ഒരിക്കലും ഒരച്ഛനാകാൻ കഴിയില്ലെന്നുള്ള കാര്യം രവിയേട്ടൻ അറിയരുത്. സുമിത്രയുടെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചാൽ? ഡോക്ടർ പ്ലീസ് എന്നോട് ദയ കാണിക്കണം. ഞാൻ പറഞ്ഞതാ ഇത്ര കുടിക്കണ്ടെന്ന്, അപ്പൊ കേട്ടില്ല. ആ വീട് എത്താറായി രവി. ആരുടെ വീട്? ആരുടെ വീട്? ഇങ്ങോട്ട് എടി, ഈ ജോസിയേട്ടൻ എൻ്റെ സ്വന്തം ചേട്ടനാ. അന്ന് വഴിയിൽ പാമ്പുകടി ഏറ്റ് കിടന്ന് എന്നെ തോളിലെടുത്തുകൊണ്ട് പോയി ആശുപത്രിയിൽ കൊണ്ടുപോയത് ഈ ജോസി ചേട്ടനാ. ഈ ജോസി ചേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അന്ന് മരിച്ചേനെ. അതെല്ലാം എനിക്കറിയാൻ രവിയേട്ടാ. ജോസി ചേട്ടാ, ഇനി പോകണ്ട. ഇനിയും മഴയും വരുന്നുണ്ട്. ഞാൻ പൊക്കോളാം. ഇതൊക്കെ വലിയ മഴയാണോടാ? ഇന്ന് ജോസി ചേട്ടൻ പോകണ്ട, ഇന്നിവിടെ കിടന്നാ മതി. ഇവന്റെ ഒരു കാര്യം. എന്താ
എന്താ ഈ രാത്രിയില്? ഈ രാത്രി എന്തേതാണ് ജോസേട്ടൻ? സുമിത്ര, സുമിത്ര, നിനക്കെന്താ ഭ്രാന്താണോ? അതെ, എനിക്കൊരമ്മയാകണം. അമ്മയാകണം പ്രാന്ത്. എനിക്കൊരമ്മയാകണം. എനിക്കൊരമ്മയാകണം ജോസേട്ടൻ. ഞാനൊരു പ്രമാണി ക്രിമിനലാണെങ്കിലും എനിക്കൊരു ചതിക്കാനാവില്ല. സുമിത്ര, ഈ മുറിയിൽ പോ. കഴിയില്ല. എനിക്കൊരമ്മയാകണം. എനിക്കൊരമ്മയാകണം. ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ രവിയേട്ടൻ ഒരുപാട് സന്തോഷിച്ചു. സ്നേഹം കൊണ്ട് എന്നെ വീർപ്പ് മുട്ടിച്ചു. അമ്മയാകണമെന്നുള്ള ആഗ്രഹത്തിൽ എൻ്റെ കുറ്റബോധം അലിഞ്ഞുപോയി. പക്ഷേ ദൈവം എന്നെ ശിക്ഷിച്ചു. ഓടിച്ചിരുന്ന ലോറി കൊക്കയിലേക്ക് മറിഞ്ഞ് രവിയേട്ടൻ മരിച്ചു. അപ്പൊ ഞാൻ കണ്ടെത്തിയത് എന്റെ അച്ഛനെ തന്നെ ആയിരുന്നല്ലേ? അച്ഛാ, 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 എനിക്ക് അച്ഛാ, അച്ഛാ, അച്ഛാ. എന്താ മോളെ? അമ്മ, അച്ഛാ, അച്ഛാ, അമ്മ, അച്ഛൻ. അച്ഛാ,